ഹായ് കൂട്ടുകാരെ, നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ വിഷു സദ്യയുടെ ഒരുക്കങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അമ്മ ഇതാ പായസം വയ്ക്കുന്നു. ഞങ്ങളിത് ഉണ്ടാക്കുന്നത് അരിപ്പായസമാണ്, പച്ചരി പായസം. അതായത് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ അരിയിലുള്ള പായസം, പച്ചരി പായസമാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ എല്ലാം ആയി. അപ്പോൾ ബാക്കി എന്തൊക്കെ അമ്മ ഉണ്ടാക്കി നമുക്ക് കാണാം. പപ്പടമായി, ചോറ്, ക്യാബേജ് തോരൻ, പച്ചടി. നമ്മൾ പച്ചടിയാണ് വെച്ചത്, പക്ഷെ ഇവിടെ ആദ്യക്ക് കിച്ചടിയാണ് ഇഷ്ടം, പക്ഷെ അമ്മ പച്ചടി വെച്ചു. പിന്നെ മോര് കറി, അവിയൽ, പിന്നെതാ വിഷു സ്പെഷ്യൽ സാമ്പാർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു സദ്യ വിഭവങ്ങൾ. ഇനി നമ്മൾ അച്ചാറിട്ടത് മാങ്ങ അച്ചാറാണ്, പക്ഷേ അതിൻ്റെ മിക്സ് തണുത്തില്ല. തണുത്താലേ മാങ്ങ ചേർത്ത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞായിരുന്നു. അതിന് കുറച്ച് നേരം പിടിക്കും. എന്തായാലും നമ്മളിപ്പോൾ ആഹാരം കഴിക്കില്ല. ഇപ്പം ഇനി തൊഴുത്തിലിറങ്ങാൻ നേരമായി. ഇപ്പോൾ പശുവിനെ കുളിപ്പിച്ചിട്ട് കറവയൊക്കെ കഴിഞ്ഞിട്ട് ഇലയിട്ട് സദ്യ കഴിക്കാറാകുമ്പോൾ മാങ്ങ അച്ചാർ റെഡിയാവും. ഇനി ആ പായസത്തിൽ പുറത്ത് കുറച്ചും കൂടെ ഇങ്ങനെ തേങ്ങ ഇട്ടെടുക്കണം, അതോടെ അത് റെഡിയാവും. നേരത്തെ തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും അവസാനം അത് ഇറക്കി വെക്കാൻ നേരത്തിന് ഒന്നും കൂടെ കുറച്ച് തേങ്ങയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പച്ചരി പായസം റെഡി. അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ അങ്ങനെ വെള്ളം ചേർക്കുവാണ്, തിളപ്പിച്ച വെള്ളം. അങ്ങനെ അതുമായി പായസം റെഡി. ഇത് വെള്ള കളർ ശർക്കര, വെള്ള കളർ അരി ആയതുകൊണ്ടാണ് ആ കളർ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തൊഴുത്തിലെ വിശേഷങ്ങൾ ഇന്ന് കാണാം. അങ്ങനെ ഫാമിൽ ഇതാ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറവ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഫാമിലെ വിശേഷം, നമ്മുടെ ഈ ഓറഞ്ച് പശുവിനെയും വെള്ള പശുവിനെയും ചെന പരിശോധിച്ചായിരുന്നു. പക്ഷെ അതിൽ ഈ വെള്ള പശുവിന്, അതായത് വെള്ളയും കറുപ്പും വെച്ച പശുവിന് ചെനയില്ല. നമ്മുടെ ഈ ചോപ്പിന് ചെനയുണ്ട്. ഇവിടെ നമ്മൾ ചെന പരിശോധിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതായത് ചെനയ്ക്ക് കുത്തിവെച്ച് ഒരു 30 ദിവസം കഴിയുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കും. ബ്ലഡ് ചെക്ക് ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് അറിയാം ഇതിന് ചെനയുണ്ടോ ഇല്ലേന്ന്. 2 പശുക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളയ്ക്കില്ല, ചോപ്പിനുണ്ട്. അപ്പോൾ വെള്ളയ്ക്കിനി നമ്മൾ ഡോക്ടറെ വിളിച്ച് കാണിച്ച് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അടുത്ത് വീണ്ടും കുത്തിവെക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടെ നമ്മുടെ ഫാമിലെ ഏറ്റവും വലിയ വിശേഷം. അങ്ങനെ ഉച്ചക്കറവ തീരാറായി. അപ്പോൾ ഇനി നമ്മുടെ ഒരു കുഞ്ഞു സദ്യയൊക്കെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ. അങ്ങനെ ആദ്യക്കൂട്ടത് സദ്യ കഴിക്കാൻ വന്നിരുന്നു. അമ്മയുടെ സദ്യ വിളമ്പയാണ്. അങ്ങനെ അച്ചാറ് ആദ്യം വച്ചു, മാങ്ങ അച്ചാറ്, ക്യാബേജ് തോരൻ, അടുത്ത നെക്സ്റ്റ് നമ്മുടെ അവിയൽ, പച്ചടി. കിച്ചടി ചുവന്ന കളറിലിരിക്കും, ഇത് വെള്ള കളറിലെ പച്ചടി. അമ്മ അങ്ങനെ ഇതാ നമ്മുടെ മട്ടയരിയിലെ ചോറിട്ടു. അടുത്ത് അമ്മയുടെ വിഷു സ്പെഷ്യൽ സാമ്പാർ. അങ്ങനെ ഫൈനലി നമ്മുടെ അരിപ്പായസവും എത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു സദ്യ. ഒന്നും കൂടെ എല്ലാവർക്കും വിളവെടുപ്പുത്സവമായ വിഷു ആശംസകൾ.